الله أكبر الله أكبر الله أكبر الله أكبر. إياك نعبد وإياك نستعين صراط الذين أنعمت عليهم والذي قدر فهدى إنه يعلم الجهر وما يأتي الذكرى. سمع الله لمن حمده. الله أكبر الله أكبر. الله أكبر الله أكبر. الله العالمين ولا الضالين. آمين. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الله أكبر. الله أكبر. ഓതുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. അത് വാക്കുകൾ കൊണ്ട് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്തതാണ്. ദിക്റുകൾ ഉരുവിടുമ്പോൾ, തറാവീഹ് നമസ്കരിക്കുമ്പോൾ നമുക്കുണ്ടായ ആത്മവിശ്വാസവും നമുക്ക് ഫീൽ ചെയ്ത ഈമാനുണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവമാണ്. ശരിക്കും ഈമാൻ ആസ്വദിച്ച നിമിഷങ്ങളാണ് നമുക്ക് കടന്നുപോയത്. യഥാർത്ഥത്തിൽ തഖ്വയെ എൻജോയ് ചെയ്ത, ഉള്ളിന്റെ ഉള്ളിൽ ആ അനുഭൂതിയിലൂടെ കടന്നുപോയ ദിനരാത്രങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് കടന്നുപോയത്. ഇവിടെ നോക്കൂ, പൊതുവിൽ ആളുകൾ എൻജോയ്മെന്റിന്റെ പിന്നാലെ പോകുന്നവരാണ്, പരമാവധി ആസ്വദിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ്. എവിടെയാണ് ആഘോഷങ്ങളില്ലാത്തത്? എല്ലാം ആഘോഷമയമാണിന്ന്. ഏതവസരത്തെയും എങ്ങനെ ആഘോഷത്തിന്റെ ഇടങ്ങളാക്കാമെന്ന് ചിന്തിക്കുന്നവരാണ്. ആസ്വാദനം കണ്ടെത്താൻ, എൻജോയ്മെന്റിനു വേണ്ടി, അടിച്ചു പൊളിക്കാൻ വേണ്ടി, ഒരു ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ചില്ലാകാൻ വേണ്ടി ലഹരിയുടെ പിന്നാലെ പോകുന്നവർ, ദീർഘമായ യാത്രകൾ നടത്തുന്നവർ,
DJ-യുടെ മ്യൂസിക്കിന്റെ താളത്തിനൊത്ത് നൃത്തം ചവിട്ടുന്നവർ, ഒരുപാട് ആഘോഷങ്ങൾ, എല്ലാ സന്ദർഭങ്ങളും ആഘോഷങ്ങളാക്കി ഉപയോഗപ്പെടുത്തുന്നവർ, സിനിമയുടെ പുറകെ പോകുന്നവർ, സംഗീതത്തിന്റെ പുറകെ പോകുന്നവർ, വെബ് സീരീസുകളെ ആശ്രയിക്കുന്നവർ, സദാസമയവും തന്റെ 5 ഇഞ്ച് സ്ക്രീനിൽ സമയം ചിലവിടുന്നവർ, സഹോദരങ്ങളെ എന്തിനു വേണ്ടിയാണ്? ആസ്വാദനത്തിന് വേണ്ടിയാണ്, സന്തോഷം കണ്ടെത്താനാണ്, ഹാപ്പിനെസ് കൂട്ടാനാണ്, അല്ലെ, അടിച്ചു പൊളിക്കാനാണ്. പക്ഷെ ശരിക്കും ഇത് ആസ്വദിക്കാൻ മനുഷ്യന് കഴിയുന്നുണ്ടോ? നമുക്ക് ചുറ്റും എല്ലാ സന്ദർഭങ്ങളും ആഘോഷത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ആളുകൾ പരമാവധി പരിശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പുറത്തു വരുന്ന പ്രത്യേകിച്ച് യുവ സമൂഹത്തെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകളെല്ലാം നമുക്ക് വളരെ നിരാശ നൽകുന്നതാണ്. സ്ട്രെസ് കൂടുന്നു എന്നാ പറയുന്നത്. ഒരുപാട് മക്കൾ, ഒരുപാട് മരുമക്കൾ വിദേശ രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് തങ്ങളുടെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ക്രൂരതയുടെ മിസൈലുകളും ബോംബുകളും വന്നു വീഴുക എന്ന ആശങ്കയിലാണ് ഓരോരുത്തരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ ഈദാഘോഷത്തിന്റെ സമയം നാം തീർച്ചയായും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ഈ തക്ബീർ ധ്വനികൾ അത് രക്ഷിതാവിനെ ഉന്നതനായി കാണുക എന്നതല്ല, അതിനപ്പുറം അവനാണ് എനിക്ക് ഏറ്റവും വലിയവൻ, ബാക്കിയെല്ലാം അവന്റെ മുമ്പിൽ നിസ്സാരമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വരാൻ കഴിയണം. നമ്മുടെ കുടുംബങ്ങൾ, അത് സുഹൃബന്ധങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും മൂല്യം കാത്തു സൂക്ഷിക്കാൻ ഈ ആഘോഷം നമുക്ക് പ്രചോദനമാകണം. കുടുംബബന്ധം എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് പ്രവാചകൻ ഹദീസ് ലൈലത്തുൽ ഖദറില് അതിന്റെ മഹത്വം പറഞ്ഞ ഹദീസൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ധാരാളം ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചതാണ്. മൻ സാമ റമളാന ഈമാനം വഹ്തിസാബ, ആരെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും വിശ്വാസത്തോടെയും ഈമാനോടുകൂടെ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, മൻ ഖാമ, ആരെങ്കിലും രാത്രി നമസ്കരിച്ചു, റമളാനിലെ രാത്രി നമസ്കരിച്ചു ഈമാനും വിശ്വാസത്തോടും കൂടി, മൻ ഖാമ ലൈലത്തുൽ ഖദരി, അതേപോലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആരെങ്കിലും വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഈ നമസ്കാരവും നോമ്പൊക്കെ അനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞ പാപങ്ങൾ പോയി എന്നുള്ളതാണ്, അള്ളാഹ് പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. അതിനെന്ത് വേണം? 2 നിബന്ധനയാ. ഒന്ന്, വിശ്വാസം നന്നാവണം. ഏതെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. പടച്ച തമ്പുരാനിൽ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് എന്നത് കൃത്യമായി വിശ്വസിക്കാത്ത ഒരാൾക്ക് അവൻ എത്ര നോമ്പനുഷ്ഠിച്ചിട്ടും കാര്യമില്ല, അവൻ 1000 ദിവസം നോമ്പെടുത്തിട്ടും കാര്യമില്ല. അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ട രൂപത്തിൽ അവന്റെ വിശ്വാസം ക്രമമായിട്ടില്ലെങ്കിൽ അവൻ നോമ്പനുഷ്ഠിച്ചിട്ട് ഒരു കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഈമാനോടുകൂടി എന്ന് പറഞ്ഞത്. പടച്ച തമ്പുരാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പടച്ച തമ്പുരാൻ ആരാണ്? അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അള്ളാഹുവാണ് സർവവും നിയന്ത്രിക്കുന്നത്. ഒരു മരത്തിൽ നിന്നും ഒരു ഇല കൊഴിയുന്നത് പോലും അവൻ അറിയാതെ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന, മദ്രസ ക്ലാസുകളിൽ പോലും ചെറിയ കുട്ടികൾ പഠിക്കുന്ന ആ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് ഇന്ന് ഈ മുസ്ലിം സമൂഹത്തെ ചില ആളുകൾ പഠിപ്പിക്കുന്നത് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മരണപ്പെട്ടു പോയൊരു വ്യക്തിയാണ് എന്ന വിശ്വാസമാണ്. അങ്ങനെയുള്ള വിശ്വാസമുള്ള ആളുകളെ എത്ര നോമ്പനുഷ്ഠിച്ചിട്ടും കാര്യമില്ല.